ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗ് അല്ലെങ്കിൽ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പകുതിയുള്ളൂ. ബാക്കി വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ച് മൊത്തടിച്ച് ഉറക്കമായിരുന്നു. ഇപ്പോൾ രാവിലെ വന്നിട്ട് എഴുന്നേറ്റ് ആകെ ഉറക്കപ്പിച്ചിലായിരുന്നു. നേരെ വന്നിട്ട് കിച്ചണിലേക്ക് വന്നു. ആദ്യം തന്നെ അരി ഇടാമെന്ന് വിചാരിച്ചു. അരി കരിയിട്ടു ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ എൻ്റെ മകൾ വന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണിയൊന്നും നടക്കില്ല. പപ്പോടിനും സന്ദീപും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ ഫിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വെളിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് അവളുടെ ഉറക്കച്ചടവൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ചയായിട്ട് പോയിട്ട് വന്നിട്ട് പൊതിച്ചോറ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിരിക്കുമ്പോൾ സന്ദീപും വന്നിട്ട് ഈ വീക്ക് പോകുമായിരുന്നു. അപ്പോൾ ഓക്കെ, സന്ദീപിനും ഇന്ന് ഫുഡ് കൊടുക്കാമല്ലോ വിചാരിച്ച് നേരെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. രാവിലെ തന്നെ അവർ പുറത്തേക്ക് പോയി. ഞാൻ കുഞ്ഞിനെ എടുത്ത് നേരെ അവളൊന്ന് സെറ്റാക്കിയിട്ട് കിച്ചണിലേക്ക് പോന്നു. അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് തണുക്കുമ്പോഴത്തേക്കും പിന്നെ അപ്പുവേട്ടനൊക്കെ വന്ന് ആക്കാമെന്ന് വിചാരിച്ച് അവൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ അവളെ ഫുഡ് കൊടുത്ത് ഫുള്ള് കുളിപ്പിച്ചപ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് വന്നിട്ട് അപ്പുവേട്ടനൊക്കെ വരുന്നത്. അപ്പം അവൾ ആകെ ഉറപ്പിച്ചിലായിരുന്നു, കുറച്ച് വാശി ഇതൊക്കെ ആയിരുന്നു. പിന്നെ അവളുടെ ബോട്ടിലൊക്കെ തലേദിവസം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറു ചൂടുവെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തു. ഇതിൽ പാസിഫയറൊക്കെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അങ്ങനെ വന്നിട്ട് സന്ദീപ് വന്നപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ഞെട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ കൂർക്ക് കുടിച്ചപ്പോൾ അവിടെ എവിടെയൊക്കെ വീണിട്ടുണ്ട്, നീ തുടയ്ക്കുമെന്നും പറഞ്ഞിട്ട് അപ്പുടൻ കയറി വന്ന്. അപ്പുടനും സന്ദീപും കൂടെ പോയി പോർക്കും അതേപോലെ നമ്മുടെ കൊഴുവ നത്തല എന്നൊക്കെ പറയുന്ന മീനും അതേപോലെ വറ്റയെന്ന് പറയും, അയിലയാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു. മീൻ വറ്റയായിരുന്നു. പിന്നെ ഈ കൊഴുവ എന്ന് പറയുന്ന മീൻ കുറച്ച് വലുതായിരുന്നു. ഞാൻ കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഈ കൊഴുവയ്ക്ക് ഭയങ്കര ഉളുമ്പായിരിക്കും. അത് നമ്മൾ കല്ലുപ്പിട്ട് തേച്ച് കഴുകിയാലേ വന്നിട്ട് ആ ഉളുമ്പ് പോകുള്ളൂ. പിന്നെ വന്നിട്ട് പീര ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് കുടംപുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അതൊന്ന് വന്നിട്ട് സോക്കാവണം. അപ്പോഴത്തേക്കും നമ്മുടെ മീനും ഒക്കെ ക്ലീൻ ചെയ്തെടുത്ത് പോർക്കും മീനും അതേപോലെ തന്നെ നത്തലൊക്കെ വന്നിട്ട് കട്ട് ചെയ്തെടുത്തു. ചെറുതാണ് നമ്മൾ വന്നിട്ട് പീരയ്ക്ക് യൂസ് ചെയ്തു. വലുതായതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കി. നമ്മുടെ കൊഴുവ പീര, കുടംപുളി ഇട്ട് വയ്ക്കുന്ന പീരയാണ്, തോരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തി, ബീൻസ് തോരൻ അല്ലെങ്കിൽ ബീൻസ് ഉപ്പേരി, ഓംപ്ലേറ്റ്, അച്ചാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂർക്ക ഉണ്ടായിരുന്നു. കൂർക്ക വന്നിട്ട് മെഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അയില എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വറ്റ ഫ്രൈ ചെയ്തത്. പിന്നെ വന്നിട്ട് പൊതിച്ചോറ് കയറ്റിയിട്ട് ആക്കാൻ ബാക്കി പണിയെന്ന് വിചാരിച്ച് ചോറ് വെച്ചു. അതിൻ്റെ മേലേക്ക് വന്നിട്ട് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ പോയിട്ട് കുളിച്ച് തൂത്ത് തുടച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ 4:30 ആയി ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ പോർക്ക് റോസ്റ്റ്, പിന്നെ നമ്മുടെ മീൻ പീര വെച്ചു. അതേപോലെ തന്നെ അയില ഫ്രൈ, അയിലയല്ല നമ്മുടെ വറ്റ ഫ്രൈ. ഇത് അപ്പോഴേണ്ടതാണ്. അപ്പോഴേ വന്നിട്ട് ഓൾറെഡി ഇത് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴേന് വേണ്ടിയിട്ടുള്ള ചെയ്യണം. പിന്നെ അതിൻ്റെ മസാലയും കുറച്ചിട്ടു. പിന്നെ ബീൻസ് തോരൻ വെച്ചു. നമ്മൾ മസാല കൊണ്ട് സെപ്പറേറ്റ് ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടാക്കാം. പിന്നെ വന്നിട്ട് കൂർക്ക മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കഷ്ണം അച്ചാർ. ഈ അച്ചാർ വന്നിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നായിരുന്നു. നമുക്ക് കടയിലൊക്കെ വാങ്ങിയാൽ കിട്ടണ നല്ല ഉപ്പും പുളിയൊക്കെ ഉള്ള അച്ചാറില്ലേ, ആ അച്ചാർ. പുറമേക്ക് വന്നിട്ട് ഒരു ഓംപ്ലേറ്റും കൂടെ വെച്ചിട്ട് പൊതിയൊക്കെ മടക്കി കഴിഞ്ഞ് തപ്പിയപ്പോഴാണ് ന്യൂസ് പേപ്പർ ഇല്ല എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. പേപ്പർ ഓരോന്നിനൊക്കെ എടുത്ത് യൂസ് ചെയ്ത് പേപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊരു വിധം മടക്കി നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ ഇത് അഴിഞ്ഞു പോകും. പിന്നെ ഇത് കമത്തി വയ്ക്കാമെന്നുള്ള പ്ലാനിങ്ങിലിരിക്കുമ്പോഴാണ് കമത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ലീക്കാവില്ലെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തു. പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറമേ വന്നിട്ട് വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചു. പ്ലേറ്റ് മീൻസ് ഒരു പാത്രം എടുത്തിട്ട് മൂടി വെച്ചു. കുറച്ച് ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പും തുടപ്പും കുളിക്കലും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം ഇത്രയും കറിയുള്ള കൊണ്ട് കഴിക്കാൻ പറ്റില്ല, ചോറ് കഴിക്കാൻ പറ്റില്ല. കറികൾ തന്നെ കൂടുതലുണ്ടെന്ന് അറിയാമായിരുന്നു. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മെല്ലെ ഇരുന്ന് അതൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിച്ച്. ടയേർഡായതുകൊണ്ട് വന്നിട്ട് കടിക്കുമ്പോൾ വന്നിട്ട് എന്താ പറയുക, എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് എല്ലാത്തിൻ്റെയും. അതുകൊണ്ട് ഒരു ചോറ് ബാക്കിയില്ലാണ്ട്
നമ്മുടെ പ്ലേറ്റ് ഫുള്ള് വന്നിട്ട് കാലിയാക്കി. മാക്സിമം ഒന്ന് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ, ഞാനും അപ്പോഴും ഒക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വാട്ടെവർ ഏത് ടൈമാണോ എന്ത് ടൈമാണോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യും. അറ്റ്ലീസ്റ്റ് വന്നിട്ട് ഇല്ലയെന്നാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ആഴ്ച ചെയ്യാൻ നോക്കും. അതൊക്കെയല്ലേ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഓക്കെ ഗൈസ്, നിങ്ങൾക്കും ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് മാക്സിമം ഫുഡ് മുഖ്യം വയ്ക്കില്ലേ, ഫുഡിലുള്ള കാര്യം കേട്ടോ ഞാൻ പറയണേ. ഞങ്ങൾക്ക് അങ്ങനെ വെളിയിൽ പോകണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, ഫുഡാണ് ഞങ്ങൾക്ക് മുഖ്യം. അതുകൊണ്ട് അതൊക്കെ തോത്തു അടിച്ച് കഴിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഗൈസ്.